പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ആരംഭിക്കുന്നത് പതിവിൽ വിപരീതമായി കൂരിരുട്ടിൽ നിന്നാണ്. ചൂളം കുത്തിക്കൊണ്ട് തണുത്ത കാറ്റ് ശരീരമാകെ മരവിപ്പിക്കുന്നു. കാൽമുട്ടുകൾ കൂട്ടിയടിക്കുന്ന മരം കോച്ചുന്ന തണുപ്പ്. പല്ലുകൾ കടകടാടിക്കുന്നു. മൂക്കിൽ നിന്നും കുടുകുടാ വെള്ളം ഒഴുകുന്നു. അടുത്തു നിൽക്കുന്നവരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ കൂരിരുട്ടിൽ ഞാൻ എങ്ങനെയാണ് വന്നുപെട്ടത്? കൊളുക്കുമലയിലെ മനം കവരുന്ന സൂര്യോദയം കാണാൻ KSRTC ബസ്സിൽ ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ട സംഘമായിരുന്നു ഞങ്ങളുടേത്. ഒത്ത നടുവിൽ അമിതാഭ് ബച്ചനെ പോലെ നിൽക്കുന്ന ബിജു ചേട്ടനായിരുന്നു ഞങ്ങളുടെ കണ്ടക്ടർ. ഇതാ ഷാരൂഖ് ഖാനെ പോലെയുള്ള അൻസാറാണ് ഞങ്ങളുടെ ഡ്രൈവർ. രാത്രി 10 മണിക്ക് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ബസ് പുലർച്ചെ 3 മണിക്ക് സൂര്യനെല്ലിയിലെത്തി. വെളുപ്പിന് 5 മണിക്ക് ജീപ്പിൽ കയറ്റി ഞങ്ങളെ കൊളുക്കുമലയുടെ മുകളിലെത്തിച്ചു. ഇതാണ് ഈ കട്ട പിടിച്ച ഇരുട്ടത്ത് ഞാനിവിടെ വന്നു നിൽക്കുന്നതിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുകയായിരുന്നു. ചക്രവാളത്തിൽ തെളിയുന്ന ചുവപ്പ് വെട്ടത്തിൽ കാണുന്ന ഒരു നക്ഷത്രത്തെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ദൈവമേ, കുറച്ച് നേരം കൂടി ഞാൻ ഈ നിൽപ്പ് നിന്നാൽ ഒരുപക്ഷെ തണുത്തുറച്ചു പോകും. ഇന്നത്തെ KSRTC ട്രിപ്പിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെന്ന് കേട്ടപ്പോൾ അതിൽ ചാടിക്കയറി വന്ന ആളാണ് ഞാൻ. വീട്ടിലെ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പൈസ കൊടുത്തത്. ഫുഡിനും അതുപോലെ ട്രക്കിങ്ങിനുള്ള ജീപ്പ് ഉണ്ടല്ലോ, 2 സ്ഥലത്ത് ട്രക്കിംഗ് ഉണ്ട്. ആ ജീപ്പിനൊക്കെ കൂടിയിട്ടുള്ള ചാർജ് ഉൾപ്പെടെ 1700 രൂപയാണ് ഈ ട്രിപ്പിനായിട്ട് ചാർജ് ചെയ്യുന്നത്. കൂടാതെ കാലത്ത് നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമൊക്കെ ഈ ട്രിപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം സൂര്യൻ വരുന്നില്ല എന്നുള്ളതാണ്. സൂര്യൻ വരുന്നില്ലെങ്കിൽ ഞാൻ തണുത്തുറഞ്ഞു പോകുന്നതിന് മുൻപ് ഈ കാണുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞ് പോകേണ്ടി വരും എന്ന ചിന്തയിലായിരുന്നു ഞാൻ. അല്പം വെട്ടം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ അതിനടിയിൽ ഇങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുന്ന മനോഹരമായ കാഴ്ച മനസ്സ് കുളിർക്കുന്നതാണ്, ഒട്ടും സംശയമില്ല. വിറയ്ക്കുന്ന കൈകളുമായിട്ട് ഈ സൂര്യോദയം, ഈ സൂര്യനെ ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട്, ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാനായിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓരോ പ്രാവശ്യവും വെളിച്ചം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സൂര്യൻ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7130 അടി മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ട് ഉച്ചിയിലായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഡ്യുവൽ ക്യാമറ ഒന്ന് ഓൺ ചെയ്തു, എൻ്റെ പൊസിഷനൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു നിഴൽ പോലെ മാത്രമേ എനിക്ക് എന്നെ കാണാൻ കഴിഞ്ഞുള്ളൂ. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കൊളുക്കുമലയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഏത് നിമിഷവും എന്ത് അപകടവും പറ്റാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഒരു ചെറിയൊരു ഏരിയയാണ്. കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ 1 ഇഞ്ച് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ നീങ്ങിയാൽ ഒരു പക്ഷേ വലിയ കൊക്കയിലേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കാനും പെരുമാറാനും. കൂടെ നിൽക്കുന്നവരെയൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഹാരിസൺ പ്ലാന്റേഷൻ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയുള്ള വളരെ ദുർഘടമായ വഴിയിലൂടെ 10-200 ജീപ്പുകളാണ് ഇവിടേക്ക് ആളുകളെ ദിവസവും കൊണ്ടുവരുന്നത്. കാലത്ത് 2500 രൂപയാണ് ഒരു ജീപ്പിൻ്റെ വാടക. അതിലവർ ഡ്രൈവറെ കൂടാതെ 6 പേരെയാണ് കയറ്റുന്നത്. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 420 രൂപയോളമാണ് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു പാൽപ്പുഴ പോലെ ഒഴുകി കിടക്കുന്ന ഈ മേഘങ്ങളെ കണ്ടില്ലേ? മേഘക്കിടക്കകൾ. എന്തൊരു കാഴ്ചയാണിത് അല്ലേ? നമുക്ക് താഴെ മേഘങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അതിലൂടെ ഓടി നടക്കണോ, അതിലേക്കെടുത്ത് ചാടണോ, അല്ലെങ്കിൽ കുറേ കോരി കുടിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും വല്ലാത്തൊരു സന്തോഷമാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്, നല്ല പൊടിയും ഉണ്ട് താഴെ. സമയം 6:30 കഴിഞ്ഞു കേട്ടോ. ഇനി ഏത് നിമിഷവും സൂര്യൻ പ്രത്യക്ഷപ്പെടാം. എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു പ്രഭാത സൂര്യൻ്റെ കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത്ര മനോഹരമാണ്. നിങ്ങൾ നോക്കിയാൽ ഒരു പൊട്ടുപോലെ അവനിങ്ങനെ തെളിഞ്ഞു വരികയാണ്, ഇങ്ങനെ വലുതായി വരികയാണ്, പൊട്ടുപോലെ. ഇത് നമ്മൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൂം ചെയ്തിട്ടാണ് ഇത്രയും കിട്ടുന്നത് കേട്ടോ. പട്ടുമെത്തയിൽ നിന്നും അമ്മ ഇങ്ങനെ വിളിച്ചുണർത്തിയിട്ട് കണ്ണു തിരുമ്മി എഴുന്നേൽക്കുന്ന ഒരു കൊച്ചു സൂര്യനായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ ഒരു പൊട്ടുപോലെയുള്ള കുഞ്ഞ് സൂര്യനുണ്ടല്ലോ, അവനുണ്ടാക്കുന്ന ഒരു പ്രഭാവലയമുണ്ട്. അത് മേലെ നോക്കിയാൽ എന്തൊരു അഴകാണ് അല്ലേ. എൻ്റെ ദൈവമേ, എന്തെല്ലാം കാഴ്ചകളാണ് ഈ കാണുന്നത്. അയ്യോ, കണ്ണിന് ഉത്സവമാണെന്ന്, കണ്ണിന് ഉത്സവം. പെരുന്നാളാണ്. ഞാൻ എൻ്റെ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ചിട്ട് ഈ ട്രിപ്പിന് വന്നത് എന്തായാലും വെറുതെ ആയില്ല. മേഘപ്പാലാഴിയുടെ ഒരു കാഴ്ച കൂടി കാണൂ. നോക്കിയാൽ ഇവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദൈപ്പുറത്തുണ്ട് കുറേ ആൾക്കാർ. ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ തണുപ്പും സഹിച്ചിട്ടേ ഇവരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതിൻ്റെ ബഹളമാണ് നമ്മൾ കേട്ടതൊക്കെ. അങ്ങനെ സൂര്യോദയം പൂർണ്ണമായിരിക്കുന്നു. പുഞ്ചിരിച്ചു നിൽക്കുന്ന സൂര്യൻ. ഇനി നമുക്ക് കൊളുക്കുമല ഒന്ന് ചുറ്റിക്കാണാം. എങ്ങനെയുണ്ട് ഈ കൊളുക്കുമല എന്നൊന്ന് കാണാം. നിങ്ങൾക്ക് ഈ സൂര്യോദയം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ ഒന്നുകിൽ തലേദിവസം വന്നിട്ട് സൂര്യനെല്ലിയിൽ താമസിക്കണം. എന്നിട്ട് പുലർച്ചെ അവർ അറേഞ്ച് ചെയ്ത് തരും, നമുക്ക് ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഇതുപോലെ KSRTCയുടെ ട്രിപ്പുകളുണ്ട്, രാത്രി പുറപ്പെടുന്ന ട്രിപ്പുകളുണ്ട്. അത് കയറി പോരാം. എനിക്ക് വേണമെങ്കിൽ കണ്ടു, സൂര്യോദയമൊക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ എനിക്ക് പറ്റണില്ല. കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടിയ ഫോട്ടോസ്, ഇവിടെ നിന്ന് കിട്ടിയ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ കൊളുക്കുമലയുടെ അപ്പുറവും ഇപ്പുറവും കാണുന്ന മനോഹരമായ കാഴ്ചകൾ, മേഘക്കൂമ്പാരങ്ങൾ, സൂര്യനെ ഉദിച്ചു വരുന്നത്, എന്തൊക്കെ രസമുള്ള കാഴ്ചകളാണെന്നോ. ഇതാണ് ആ മലയുടെ ഒരു ഏകദേശം ഒരു ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസ് മുഴുവനായിട്ടും ഇതിലിട്ടിരിക്കുകയാണ്. ഞാനൊന്നും മാറ്റി വയ്ക്കാതെ കൊളുക്കുമലയിലെ മുഴുവൻ വിസ്മയ കാഴ്ചകളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് വയ്ക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ടൈഗർ റോക്ക് എന്ന് പറയുന്നൊരു റോക്കുണ്ട്. ആ ഒരു ടൈഗർ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നത് പോലെ തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. അതും കൂടി കണ്ടിട്ട് നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. കൊളുക്കുമലയുടെ താഴ്വാരത്തിലെ ഗ്രാമഭംഗിയാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ ടൈഗർ റോക്ക്. നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ, അതായത് ഈ നമ്മുടെ ജീപ്പൊക്കെ നമ്മളെ കൊണ്ട് ഇറക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് നേരെ ഇടത്തെ സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവിടെയുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ജീപ്പുകാർ പൊതുവെ അനുവദിച്ച് തരുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ ഒരു 7 മണി വരെയാണ് അവരവിടെ സമയം അനുവദിച്ച് തരുന്നത്. കുറച്ചൊക്കെ വൈകാം. ഈ 10-200 ജീപ്പിൽ നിന്ന് നമ്മൾ വന്ന ജീപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടി ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. നമ്മൾ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതിയെടുത്തിട്ടാണ്, ഫോൺ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ടാണ് മേലേക്ക് കയറി പോകുന്നത്. അതല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ജീപ്പ് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനൊരു വിഷയമുണ്ട്. ഇനി ജീപ്പിന് മാത്രം പോകാൻ കഴിയുന്ന ഈ വഴിയിലൂടെ നമുക്ക്
ചാടി 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 അങ്ങെത്താം. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് കേട്ടത്. വല്ലാത്തൊരു വഴി. നടുവൊക്കെ ഒടിയും, നമ്മുടെ തലയൊക്കെ തട്ടി നടുവൊക്കെ ഒടിഞ്ഞൊരു പരുവാവും ഈ വണ്ടിയിൽ. ഈ കല്ലിട്ട വഴിയിലൂടെ കരിങ്കല്ലാണ്, കരിങ്കല്ലും കുഴികളും നിറഞ്ഞിട്ടുള്ളൊരു വല്ലാത്തൊരു റോഡ്. ഈ ജീപ്പിലിരുന്നിട്ട് ഇങ്ങനെയാട്ടാ പിടിക്കാൻ പറ്റുള്ളൂ, നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. ചാടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ചാടണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കമൻറ്റ് പറയാൻ പറ്റണ്ട. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഈ ജീപ്പിലിരുന്നിട്ട്. ഞങ്ങളങ്ങനെ സന്തോഷപൂർവ്വം തിരിച്ചെത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നല്ലൊരു ടീമായിരുന്നു ഞങ്ങളുടേത്, അടിപൊളി ടീമായിരുന്നു. അതായത് നമ്മുടെ ഈ ബിജു ചേട്ടൻ കണ്ടക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എന്നൊക്കെ ചോദിച്ചറിയുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുകയാണ്. നമ്മുടെ ഡ്രൈവർ അൻസാർ ഹീറോ ബൻകയ. അപ്പോൾ ഇവർക്ക് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അതോടൊപ്പം ഈ ട്രിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.